നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് വല്ലാതെ ശ്വാസം മുട്ടിക്കിടന്ന് പെടയാണ്. അത് നയനയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. പെട്ടെന്ന് നയന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ആദർശേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പെട്ടെന്നാണ് നയനയ്ക്ക് ബോധമുണ്ടായത് താൻ സ്വപ്നം കണ്ടാന്നുള്ള കാര്യം. നയനയ്ക്ക് ഭയങ്കര വിഷമായി. ആദർശേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആദർശേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ കരുതിയിട്ട് ആദർശനെ വിളിക്കുകയാണ്. ആദർശനെ വിളിച്ചിട്ട് നയന പറഞ്ഞു, ആദർശേട്ടന് വേറെ പ്രശ്നമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്താ നയനെ, എന്ത് പറ്റി? അത് പിന്നെ നീ എന്താ വല്ല സ്വപ്നം എന്തെങ്കിലും കണ്ടോ? അത് ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് കിടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നേ. എനിക്കൊരു പ്രശ്നമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. അല്ല നീ എന്താ എതിരായിട്ട് ഉറങ്ങാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ആദർശേട്ടാ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. സമയം 12-1 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. ആദർശ് പറഞ്ഞു, ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള കാര്യമല്ല, അതെ നമ്മുടെ കുഞ്ഞിനെ അത് ദോഷം ചെയ്യുന്നു പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ ആദർശേട്ടാ, നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിച്ചു. നയനക്ക് മുറിയിലിരിക്കാൻ തോന്നിയില്ല. പിന്നീട് നയന ഹാളിലേക്ക് പോയി. അവിടെ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആലോചിക്കുന്നതോടെ നയനക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നയനെ അവിടെ ഇരുന്ന് കരയുക. ഇതേ സമയത്ത് മുത്തശ്ശി എഴുന്നേറ്റു. മുത്തശ്ശിക്ക് എന്തോ ഉറക്കം വന്നില്ല. എഴുന്നേറ്റ് അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് ഹാളിലിരുന്ന് നയനെ കരയുന്ന കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സഹിച്ചില്ല. പാവം രാത്രി ഉറക്കമില്ല, ആദർശില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. മുത്തശ്ശി പിന്നീട് മുറിയിലേക്ക് തിരികെ വരുവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, ഇതെന്താ വസ്തുരെ, നിനക്ക് ഉറക്കമില്ലേന്ന് ചോദിച്ചു. എനിക്ക് ഉറക്കമില്ല, ഇദ്ദേഹം കിടന്നങ്ങോട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എന്താ വസ്തുരെ ഇതേ? അതെ, എനിക്ക് മാത്രമല്ല ഉറക്കമില്ലാത്ത, അവിടെ നയനമോൾ ഇരിക്കുന്നുണ്ട് ഹാളില്, ഇപ്പോഴും കരഞ്ഞോണ്ട്. ആ കൊച്ചിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, അവളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ പാടില്ലായിരുന്നു. ഇനി അത് പറഞ്ഞാ മതി. അതിന് അവള് പോയി കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് നല്ല സങ്കടമുണ്ട് ആദർശില്ലാത്തതിന്റെ. അതെ വസുന്ധരെ, 7-ാം മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുഞ്ഞുങ്ങള് അമ്മയുടെ ചൂട് പറ്റി കിടന്ന് ഉറങ്ങുന്ന അറിയാലോ. ഭാര്യ ഭർത്താവിന്റെ ചൂടായിട്ടല്ല കിടന്ന് ഉറങ്ങണേന്നൊക്കെ പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഉണ്ട് ന്യായവും കാര്യങ്ങളും. എന്താണെങ്കിലും എനിക്കിതൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല നയനമോളുടെ വിഷമം കണ്ടിട്ട്. അതെ, അവളോട് വെറുതെ ഉറക്കളയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറ. മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഉറക്കളച്ച് അവിടെ ഇരുന്ന് കളഞ്ഞിട്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. മുത്തശ്ശിക്ക് സങ്കടമായിപ്പോയി. കാരണം തന്റെ കൊച്ചുമോനാണ് ഇവിടെ ഇല്ലാത്ത. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം മുത്തശ്ശിക്കുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, അബി ആ വീട് വിട്ടു പോയിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ആദർശ ഒരു തെറ്റും ചെയ്യാത്ത പാപം, അതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിന് അവനെ ആരും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ, അവന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വസ്തുരെന്ന് ചോദിച്ചു. അതെ, ഇദ്ദേഹം ഇനിയിപ്പോ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വാക്കൊന്ന് പറയുമായിരുന്നെങ്കിൽ ആദർശ് ഈ വീട് വിട്ട് പോകത്തില്ലായിരുന്നു പറഞ്ഞു. അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വസ്തുരെ, കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ കിടന്നുറങ്ങി. മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം നന്ദു ആദർശനെ കാണാനായിട്ട് വരുവാണ്. ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ, മുംബൈയില് ഞാനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് വെച്ചിട്ട്. പക്ഷേങ്കിൽ ആ ഗ്രീനെ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല എന്ന് പറയണ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതെ ഞാനും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലുകാര് ആ ഫേക്കാന്ന് തോന്നേ, കാരണം അവര് ഗ്രീനോടൊപ്പം തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, അത് ശരിയാ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് അവരെ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഈ പറയുന്ന ഗ്രീനയുടെ വീട് ചെങ്ങന്നൂരോ മറ്റോ ആന്നാ തോന്നേ, പക്ഷെ അത് ഉറപ്പില്ല. അന്ന് പറഞ്ഞ ചെങ്ങന്നൂരാന്നാ, പക്ഷെ അവളുടെ സംസാരം ഒന്നും കേട്ടിട്ട് ചെങ്ങന്നൂരാന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താന്ന് പറയണ. പിന്നെ നയനേച്ചിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് ആദർശേട്ടാ. നയന പറഞ്ഞു, അതെ എനിക്കും അവളുടെ കാര്യത്തിൽ സങ്കടമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവളിവിടെ ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അവൾ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ അവളെക്കുറിച്ചുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കണ്ട, അധികം വൈകാതെ തന്നെ നമുക്ക് നയനേച്ചിയുടെ അടുത്തേക്ക് പോകാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഇതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അങ്ങനെയൊക്കെ നന്ദു ആദർശനോട് പറഞ്ഞു. എന്നാ ശരി, പിന്നെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി. ആദർശന് ഭയങ്കര സങ്കടമായി. നയനയെക്കുറിച്ചുള്ള വിഷമങ്ങളായിരുന്നു ആദർശനെ മനസ്സിൽ. ഈ സമയത്ത് നയനെ അതേ വിഷമത്തിൽ തന്നെ ആദർശനെ കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. ആദർശനില്ലാതെ തനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെ
നയനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ നയനി ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് നയന നേരെ മൂർത്തി മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവേനിക്കൊക്കെയുള്ള ചായയായിട്ട് ആ ബീഞ്ചാലിജി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ മുത്തശ്ശന് ചായ കൊടുത്തു. മുത്തശ്ശനെ കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, എന്താണെങ്കിലും ഈ ചായ വെക്കാനുള്ള പണിയെങ്കിലും നീ പഠിച്ചല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പൊ നിനക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവനെ കൊണ്ട് ചായ വെപ്പിച്ച് ഇവൻ വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ, ഇവന് ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കട്ടെ. അല്ല, ഇവന് ഇപ്പൊ വീട്ടില് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യണമെന്ന് തന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അല്ല, ചെയ്യണ്ടെന്ന് ജലജയോട് ആരാ പറഞ്ഞത്? അല്ല എടുത്തി, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ ആദർശാണെങ്കിലും ശരി, കണ്ടില്ലേ, വലിയ തെറ്റൊന്നും ആദർശ് ചെയ്തിട്ടില്ല. എന്നിട്ടോ ആദർശ് വീട് വിട്ടു പോകേണ്ട വന്നില്ലേ? പക്ഷേങ്കില് ഇവൻ ഇപ്പോഴും അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവൻ ഈ ജോലികളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുവാണ്. അഭിനെ താഴ്ത്തി കെട്ടി പറയാണ്. ദേവേന് പറഞ്ഞ് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, അല്ല ജലജെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ടു തന്നു, നീ കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തോന്ന് ചോദിച്ചു. ആർക്കാ അമ്മേന്ന് ചോദിച്ചു. അല്ല, നയനമോൾക്ക്, അവൾക്കാണ് ആദ്യം ചായ കൊണ്ടേ കൊടുക്കണ്ടേ, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാൻ പാടില്ലെന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയാണ്. ഞാനിപ്പൊ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, വേണ്ട, നീ കൊടുക്കണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞു. എന്റെ മോൾക്ക് കൊണ്ടേ കൊടുക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനെ അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. മുത്തശ്ശനങ്ങനെ സംസാരിക്കാൻ വരുന്നതാണ്. അങ്ങനെ ദേവേന് പറഞ്ഞു, മോൾക്ക് ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞു. വേണ്ടമ്മേ, അമ്മ ഇവിടെ ഇരിക്കുക, എനിക്ക് അമ്മയോടും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, മോൾ ഇങ്ങോട്ടേ വാ, എന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞു. ആ സമയം മുത്തശ്ശൻ അങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ദേ, മോൾക്ക് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ലാന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്നേ, മോൾക്ക് പറയാനുള്ള എല്ലാവരുടെയും കൂടെ അല്ലേ, മോള് പറയട്ടെ എന്താന്ന് വെച്ചാല് എന്ന് പറഞ്ഞു. ആ സമയം നയന പറഞ്ഞു, അതെ മുത്തശ്ശ, എനിക്ക് ഈ പുരാണ കഥകളൊന്നും അധികം അറിയത്തില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ പുരാണ കഥകളൊന്നും പറഞ്ഞല്ല എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശൻ പല പുരാണ കഥകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു, അല്ല, അതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നേ, ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ സീതയ്ക്ക് വേണമെങ്കിൽ 2 കൊട്ടാരത്തിലായിട്ട് താമസിക്കായിരുന്നു. ഒന്നെങ്കിൽ വേണമെങ്കിൽ ദശരഥന്റെ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ സ്വന്തം കൊട്ടാരത്തിൽ താമസിക്കായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ സീത എന്തോ ചെയ്തു, കാനന വാസത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ആ സൗഭാഗ്യങ്ങളൊന്നും സീത ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവിനോടൊപ്പം ഒരു ജീവിതം, ഒരു സാമീപ്യമായിരുന്നു സീത ആഗ്രഹിച്ചിരുന്നേന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അല്ല, അതിവിടെ പറയാൻ എന്താ കാരണം? പുരാണ കഥകളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ എന്താ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണോ എന്നൊക്കെ നയനോട് ചോദിച്ചു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അച്ഛന് മനസ്സിലായില്ലേ, നയനമോൾക്ക് ആദർശനോടൊപ്പം പോവാനാണ് താല്പര്യമെന്ന്. മുത്തശ്ശി പറഞ്ഞു, മോളെ, നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, എങ്ങനെയാ ശരിയാവണേന്നൊക്കെ ചോദിച്ചു. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങനെയാണ് പിന്നെ എന്തിനാ, പോവാനാണെങ്കിൽ പോയിക്കോ, അതിനിവിടെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ലോന്ന് പറഞ്ഞു. ആ സമയത്ത് ജലജ പറഞ്ഞു, ഓ ഇനിയിപ്പൊ സെന്റിമെന്റ്സ് അടിച്ച് ആദർശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും ഇവളുടെ ഭാവം എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയാണ്. ഈ സമയത്ത് നയന പറഞ്ഞു, മുത്തശ്ശ, എനിക്ക് പോണം, എനിക്ക് ആദർശന്റെ അടുത്തേക്ക് പോണം എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, പോയിക്കോ, അതിനാരും ഇവിടെ നിന്നെ തടഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പോകുന്ന തന്നെ നല്ലത്, പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നയനമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലേ? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അതൊക്കെ നോക്കാനായിട്ട് അവൾക്കറിയാം. ഇനി നീ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഈ വീട്ടില് കൂടുതൽ സംസാരവും തർക്കങ്ങളും നിൽക്കുന്നേ, അല്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്നാണോ എന്നെ എല്ലാവരും കൂടെ തള്ളി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. മുത്തശ്ശിക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമമായി. മുത്തശ്ശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അതെ, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഞാൻ പോകുന്ന സമയത്ത് ചന്തുമോളെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് നയന അകത്തേക്ക് അങ്ങോട്ട് കയറി പോന്നേ. ദേവേനിക്ക് ഭയങ്കര സങ്കടമായി. അബിക്കും ജലജിക്ക് സന്തോഷമായി. പെട്ടെന്ന് ദേവേനി അബിയുടെ കോളറങ്ങോട് കയറി പിടിച്ചു. എടാ, ചന്തുമോളെ അവള് കൊണ്ടുപോകുന്ന, ചന്തുമോൾ ആരടാ നിന്റെ എന്ന് ചോദിച്ചു. അല്ലമ്മായി, അത് പിന്നെ സത്യം പറയടാ, നിന്റെ ആരാന്നാ കുഞ്ഞ്? അവള് പോകാന്നറിഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ഒരു സങ്കടം ഇല്ലോടാ, നിനക്ക് മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മായി ഞാൻ. അപ്പോഴേക്കും ജലജ കയറി പിടിച്ചു മാറ്റുവാണ് ദേവേനി. ഏട്ടത്തി എന്താ കാണിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ദേവേനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമായിരുന്നു. നിന്നൊന്നും ഞാൻ സൂഹിക്കാൻ പറ്റത്തില്ല, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി നേരെ നയനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ആ സമയത്ത് ചന്തുമോളോട് നയന പറഞ്ഞു, അതേ, നമുക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്തുമോളെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയോടൊപ്പം മോളും വരണം. ആ സമയം ദേവേനി അങ്ങോട്ട് വന്നു. ദേവേനി വന്നിട്ട് പറഞ്ഞു,
അതെ, മോളെ കൊണ്ടാണ്ട് ഞാൻ സമ്മതിക്കില്ല. മോളെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ ഞാനും ആ കൂടെ വരുമെന്ന് പറയാണ്. അല്ലെങ്കിൽ തന്നെ ആദർശ് പോയതിന്റെ വിഷമത്തില്ല ഞാൻ. ആ സമയത്ത് നയനമോളും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഞാൻ ഒറ്റയ്ക്കായി പോവും. പിന്നെ ചന്തുവിന് മോളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ അമ്മേ, അത് പിന്നെ ഞാനും മോളോടൊപ്പം വരും. എന്താണെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ എന്തിനു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ചന്തുമോളോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക. കണ്ടില്ലേ, എന്നോടൊപ്പം മോള് വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയും നമ്മളോടൊപ്പം വരുവതാ പറയണേ. മോളുടെ മുത്തശ്ശി ഇവിടെ നിൽക്കണം. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, മോൾ ഇവിടെ കുറച്ച് ദിവസം തന്നെ നിൽക്കുക. പിന്നെ മോൾക്ക് ഞങ്ങളെ കാണാൻ തോന്നുമ്പോഴത്തേനും മോളുടെ മുത്തശ്ശി ഞങ്ങളുടെ അടുത്തേക്ക് മോളെയും കൊണ്ട് വന്നോളൂ. മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്തുമോളെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ചന്തുമോള് നയനയുടെ വയറ്റത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, അതെ അമ്മേ, കുഞ്ഞുവാവേനെ ശ്രദ്ധിച്ചോണം കേട്ടോ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമായി. നയനും ചന്തുമോളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.